ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക് ഗഡ്ജിലേക്ക് സ്വാഗതം. നമ്മൾ പറയുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് അണ്ടർ 15,000 റുപ്പീസ്, 15,000 രൂപ താഴെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ് ഞാൻ പറയുന്നത്. ഒരു 5 സ്മാർട്ട് ഫോൺസ് ആണ് ഞാൻ പറയുന്നത്. ബെസ്റ്റ് 5 സ്മാർട്ട് ഫോൺ 5 പൊസിഷനിൽ ഏതാ ഫോൺ നമുക്ക് നോക്കാം. ഇൻഫിനിക്സിന്റെ നോട്ട് 40X എന്ന് പറഞ്ഞ ഫോണാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. കാരണം ഇതിൽ നമുക്ക് അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം 12GB റാം 256GB മെമ്മറിയാണ് വരുന്നത്. അടിപൊളി ഒരു സ്പെക്സ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആ ഒരു റാം ഇതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്പെക്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് 2.2 ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ഈ റേഞ്ചിനൊക്കെ അത്യാവശ്യം നല്ലൊരു ഇതാണ്. 6.68 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് എഡ്ജൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഡ്ജ് കയറിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഓക്കെ ആയിട്ട് ബെസലെസ് വളരെ ഉണ്ട്. അത്യാവശ്യം ഇച്ചിരി ബെസലെസ് ഉണ്ട്. ഈ ഒരു സെഗ്മെന്റിലുണ്ട്. 5 ഹോളാണ് വരുന്നത്. പിന്നെ നമുക്ക് XOS ആണ് വരുന്നത്. ഇത് ഇൻഫിനിക്സിന്റെ XOS ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14ലാണ് വരുന്നത്. നമുക്കൊരു 3 വർഷത്തെ അപ്ഡേറ്റും കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ബേസ് ചെയ്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ. പിന്നെ പ്രൊസസർ എന്ന് പറഞ്ഞാൽ മീഡിയ ടെക്കിന്റെ 6300 എന്ന പ്രോസസ്സറാണ് ഡയമണ്ട് സിറ്റിയുടെ. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. കാരണം ഈ ഒരു സെഗ്മെന്റിൽ ഡയമണ്ട് സിറ്റി അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഇറക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ലൊരു ആന്റി ബെഞ്ച് മാർക്ക് സ്കോർ ഒക്കെ ഉള്ള ഒരു പ്രോസസ്സറും കൂടാണ് ഇത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോസസ്സർ വൈസ് ഇത് പ്രെറ്റി ഗുഡ്. ബാറ്ററി നോക്കുവാണെങ്കിൽ ഒരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഒരു 18 വാൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ബോക്സിൽ തന്നെ വരുന്നുണ്ട്. ഇൻഫിനിക്സ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല, മോണോ സ്പീക്കർ ആണ് വരുന്നത് ഇവിടെ. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ക്യാമറ നോക്കുവാണെങ്കിൽ ഇത് 108ന്റെ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു അടിപൊളിയായിട്ട് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 108ന്റെ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു AI ലെൻസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരു ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതൊരു ക്യാമറ പോലെ ലെൻസ് ആണ്, അതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും AI ക്യാമറ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. 2 മെഗാപിക്സൽ ഡെപ്തും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആപ്പിളിന്റെ ലുക്കാണ് വരുന്നത്. ഡിസൈൻ വൈസ് ചെയ്ത് ഒരു ആപ്പിൾ ഐഫോൺ 15 Pro Max ഒരു 14 Pro Max ഒക്കെ പിടിക്കുന്നതിന്റെ ആ ഒരു ഡിസൈനിൽ ആ ഒരു ക്യാമറ മൊഡ്യൂൾസ് ഡിസൈൻ കോപ്പി അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല തോന്നി. എനിക്ക് ആ ഒരു ഡിസൈൻ അത്യാവശ്യം കുഴപ്പമില്ല തോന്നി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ആ ഡിസൈനുള്ള ഒരു ഫോൺ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്ന ഒരു ഫോണാണ്. ഇൻഫിനിക്സ് അത്യാവശ്യം കുഴപ്പമില്ല. സർവീസ് സെന്റേഴ്സ് ഒക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു ഫോണായിട്ട് എനിക്ക് തോന്നി. പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ഫോൺ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്ക് ഒരു 15,000 രൂപയാണ് വരുന്നത്. 14,999 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം ഈ ഒരു സ്പെക്സ് വൈസ് ചെയ്ത്, കാരണം റാം 12GB നമുക്ക് 256GB ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു. പിന്നെ ഞാൻ 4th പൊസിഷനിൽ കൊടുക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്ങിന്റെ ഒരു സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMF ഫോൺ 1 എന്ന് പറഞ്ഞ ഫോണാണ് ഞാൻ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. കാരണം ബാക്ക് ഊരാൻ പറ്റുന്ന ഡിസൈൻ വൈസ് ഈസ് പ്രെറ്റി ഗുഡ്. നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യാം. ഓരോ കാര്യങ്ങൾ ടാഗ് ഉണ്ട്, തൂക്കിയിടുന്ന ടൈപ്പുള്ള വള്ളികളുണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബട്ടൺ പോലത്തെ ഒരു റോളിംഗ് ഉണ്ട്. അത്യാവശ്യം ബാക്ക് മാറ്റാവുന്ന ഒരു കാര്യമായിട്ടാണ്. നിങ്ങൾക്ക് ന്യൂ ബാക്ക് വേണ്ടവർക്ക് നമുക്ക് ബാക്ക് ഇങ്ങനെ മാറ്റി 1,500 രൂപയോളം വരുന്നുണ്ട് ഓരോ ബാക്കിന്റെ പ്രൈസും. അതിനനുസരിച്ച് എല്ലാ സിം ട്രേയും എല്ലാം നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. 6.67 ഇഞ്ചിന്റെ ഒരു LED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. കാരണം ഈ ഒരു സെഗ്മെന്റ് വരുന്ന LED ഡിസ്പ്ലേയും കൂടാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബസൽസ് ഇച്ചിരി കൂടുതലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിന് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊരു 16,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഞാൻ ഒരു കാരണത്താൽ ഇൻക്ലൂഡ് ചെയ്ത് ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞ് 1000 രൂപ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ക്യാമറ നോക്കുവാണെങ്കിൽ ക്യാമറ വരുന്നതെന്ന് വെച്ചാൽ ഒരു 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ സെൻസർ, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ, ഫ്രണ്ട് 16 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ. നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 33 വാൾട്ടിന്റെ ഒരു ചാർജറാണ് വരുന്നത്. നമുക്ക് CMFന്റെ ബ്രാൻഡിന്റെ ബോക്സിലില്ല. നമുക്ക് സെപ്പറേറ്റ് CMFന്റെ ചാർജർ തന്നെ മേടിക്കണം. PD ചാർജേഴ്സ് ഉണ്ട്, അത് മേടിച്ച് യൂസ് ചെയ്യാം. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല. 5000 mAh നല്ലൊരു ബാറ്ററി തന്നെയാണ്. ബാക്കപ്പ് കിട്ടും നമുക്ക്. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രോസസ്സറോട്ട് കിടക്കാം. പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് സിറ്റിയുടെ പ്രോസസ്സർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. 7300 എന്ന് പറഞ്ഞ പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. കാരണം പക്ഷേ 2A യൂസ് ചെയ്യുന്നത്, പിന്നെ നത്തിങ് ഫോൺ 2A യൂസ് ചെയ്ത് 7200-നെക്കാളും താഴെ ആയിരിക്കും ഈ ഒരു ക്ലോക്ക് സ്പീഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 7300. പക്ഷേ നമ്മൾ പേര് കേൾക്കുമ്പോൾ 7300 200-നെക്കാളും മണ്ടയ്ക്കാൻ തോന്നും. പക്ഷെ അത്രയ്ക്കില്ല. നമുക്ക് 200ന്റെ താഴെ വരുന്നുള്ളൂ 7300 എന്ന് പറഞ്ഞ പ്രോസസ്സർ. മറ്റാണ് വരുന്നത്. പക്ഷെ ഇത് നമുക്ക് ഓക്കെ ആയിട്ട് തോന്നും. നല്ലൊരു പ്രോസസ്സർ. ഈ ഒരു സെഗ്മെന്റിൽ നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമൊക്കെ കളിക്കുക. ഒരു 60 FPS നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഡീസെന്റ് ഫോൺ. അത്രേ ഉള്ളൂ. വലിയ ഗെയിമിംഗ് ആയിട്ട് നോക്കണ്ട, ഒരു പ്രീമിയം ഗെയിമിംഗ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു ബഡ്ജറ്റ് ഗെയിമിങ്ങിനായിട്ട് നമുക്ക് നോക്കാവുന്ന ഒരു ഫോൺ, ഒരു പ്രോസസ്സറാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ട് മോണോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കർ വരുന്നില്ല ഈ ഒരു സെഗ്മെന്റിൽ. മോണോ സ്പീക്കർ ആണ് വരുന്നത്.
അത്യാവശ്യം എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ന്യൂ ഡിസൈൻ ആഗ്രഹിക്കുന്നവർ, ഒരു പുതിയ കമ്പനി ആഗ്രഹിക്കുന്നവർക്ക് മൊത്തം പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്, അലൂമിനിയം ഫ്രെയിം ഒന്നും വരുന്നില്ല. ക്യാമറയുടെ ആ ബമ്പ് മാത്രം നമുക്ക് ഒരു അലൂമിനിയം ഫ്രെയിം യൂസ് ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാം പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി, കാരണം ബാക്ക് ഊരാൻ പറ്റും. ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നവർക്ക് ഈ ഒരു ഫോൺ ഈസ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോൺ ഞാൻ 4th പൊസിഷനിൽ കൊടുക്കുന്നു. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നത്തിങ്ങിന്റെ OS ഉണ്ട്. നത്തിങ് OS വരുന്നത് 2 വർഷത്തെ അപ്ഡേറ്റും 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു നത്തിങ്, ഒരു ക്ലീൻ OS നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ കിട്ടും. ആർട്സ് ഫ്രീ ആണ്, ഒറ്റ ഒരു ആർട്സ് പോലും ഇല്ല ഈ ഒരു സെഗ്മെന്റ്, നമുക്ക് ആർട്സ് ഇല്ലാതെ കിട്ടും. ഈ ഫോൺ പെർഫെക്റ്റ് ആണ് എനിക്ക് തോന്നി. ഞാൻ 4th പൊസിഷനിൽ കൊടുക്കുന്ന ഒരു 3rd പൊസിഷനിൽ ഞാൻ കൊടുക്കുന്ന ഒരു ചൈനീസ് സ്മാർട്ട് ഫോൺസ് അല്ല, ഞാനൊരു സാംസങ് ഫോണാണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. F50 എന്നാണ് പേര്, മോഡൽ നെയിം. അത്യാവശ്യം നല്ലൊരു ഫോൺ. കാരണം നമുക്ക് സാംസങ് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്നവർക്ക് ഇതൊരു 13,000 രൂപയ്ക്ക് വരുന്നൊരു ഫോണാണ്. നമുക്ക് നോക്കുന്നവർക്ക് നല്ലൊരു ഫോണാണ്. കാരണം എല്ലാം കൊണ്ടും ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയൊരു ഫോൺ. 13,000 രൂപയ്ക്ക് സാംസങ്ങിന്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ, ഡിസ്പ്ലേ വരുന്നത് 6.5 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയിൽ ലിക്വിഡ് നോച്ച് ആണ് വരുന്നത്. അതൊരു അത്യാവശ്യം ബോറിംഗ് ആയിട്ട് തോന്നി. കാരണം കഴിഞ്ഞ പണ്ടത്തെ ലിക്വിഡ് നോച്ച് ഇപ്പോഴും കൊണ്ടുവന്നേക്കുന്നു ഈ ഒരു പ്രൈസ് റേഞ്ച്. പക്ഷെ AMOLED നമുക്ക് സാംസങ്ങിന്റെ AMOLED പറയണ്ടല്ലോ, ഇറ്റ്സ് എ പെർഫെക്റ്റ് AMOLED ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാറ്ററി ഒരു 6000 mAh 6000 mAh ബാറ്ററി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സാംസങ്. അത് അത്യാവശ്യം നല്ലൊരു കാര്യം. 25 വാട്ടിന്റെ ചാർജർ, അവർ ഫ്ലാഗ്ഷിപ്പിൽ കൊടുക്കുന്ന അതേ ചാർജർ 25 വാട്ടിന്റെ ചാർജർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. 6000 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. പിന്നെ പ്രോസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട്സിറ്റിയുടെ 6100 പ്ലസ് പ്രോസസറാണ് വരുന്നത്. UFS 2.2 ആണ് വരുന്നത്. പ്രോസസർ വൈസ് ഇതൊരു ഡീസെന്റ് പ്രോസസറാണ്. ഇതൊരു 13,000 രൂപയ്ക്ക് വരുന്ന ഒരു ഫോണാണ്. 2 വേരിയന്റ് ഉണ്ട്, 4 128 6 256 GB 2 വേരിയന്റിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് തോന്നി. ഡിസ്പ്ലേ വൈസ് ഒക്കെ വളരെ കേറിയ ഒരു ബെസൽസ് ആണ് വരുന്നത്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഓക്കെ എന്ന് നോക്കിയ ഒരു ബെസൽസ് ആണ് വരുന്നത്. ക്യാമറ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട്, ഒരു 5 മെഗാ പിക്സലിന്റെ ഒരു സെൻസർ വരുന്നുണ്ട്, പിന്നെ 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. ഒരു 5 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ, 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. ക്യാമറ വൈസ് 50 മെഗാ പിക്സൽ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. 4K ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ എച്ച് ഡിയിൽ 60 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലാണ്, അവിടെയും ഫുൾ HD റെക്കോർഡിങ്ങേ പറ്റുന്നുള്ളൂ. ഓക്കെ എന്ന് ക്യാമറ ഈസ് പ്രെറ്റി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഡിസ്പ്ലേ വൈസ് ഇത് പ്രെറ്റി ഗുഡ്, ബാറ്ററി ലൈഫ് പ്രെറ്റി ഗുഡ്, എല്ലാം കൊണ്ടും ഒരു ഓൾ റൗണ്ടർ എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് എനിക്ക്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കും, ബാറ്ററി ബാക്കപ്പ് നല്ലൊരു മീഡിയ കൺസപ്ഷൻ ഒരു സെക്കൻഡറി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പെർഫെക്റ്റ് ചോയ്സ് എന്ന് ഞാൻ പറയും. കാരണം ക്യാമറ വൈസ് ഇതും പ്രെറ്റി ഗുഡ് ആയിട്ട് തോന്നി. പിന്നെ സാംസങ്ങിന്റെ One UI 6.1 ആണ് വരുന്നത് ഈ ഒരു സെഗ്മെന്റിൽ. പിന്നെ നമുക്ക് 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 5 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. അത്യാവശ്യം ഓൾ റൗണ്ടർ പാക്കേജ് എന്ന് പറയും. One UI ഉണ്ട്, നമുക്ക് ആർട്സ് ഫ്രീ ആണ്, ചെറിയ 2-3 ആർട്സുകൾ ഒഴിച്ച് ബാക്കി ഒന്നും വരുന്നില്ല. സ്പ്രെഡി ഗുഡ്. അവിടെ ഇവിടെ ആർട്സ് വരുന്നുണ്ട് കേട്ടോ. നെറ്റ്ഫ്ലിക്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആക്കിയ കുറച്ച് ആപ്പുകളുണ്ട്, അതൊഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രെറ്റി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഫോൺ. ഈ ഒരു സെഗ്മെന്റ് നമുക്ക് ചൈനീസ് സ്മാർട്ട് ഫോൺ മാറ്റി നിർത്തിയിട്ട് പറയാൻ പറ്റിയ ഒരു സാംസങ്ങിന്റെ ഒരു ഫോണാണ് F50. കാരണം ഡയമണ്ട് സെറ്റ് ആണ്, എക്സിനോസ് അല്ല യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഹീറ്റിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും നമുക്ക് പറയാം. എന്റെ 4th പൊസിഷനിൽ വരുന്ന ഫോണായിരുന്നു F50. 2nd പൊസിഷനിൽ വരുന്ന ഫോൺ ഏതാണെന്ന് നമുക്ക് നോക്കാം. 2nd പൊസിഷനിൽ ഞാൻ കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ കൊടുക്കുന്നത് Narzo 70 Pro ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു മൊബൈൽ. കാരണം 6.67 ഇഞ്ചിന്റെ ഒരു OLED പാനൽ വിത്ത് 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ഉള്ള ഒരു അടിപൊളി ഡിസ്പ്ലേ, എഡ്ജ് ഒക്കെ വളരെ കുറഞ്ഞൊരു അടിപൊളി ഡിസ്പ്ലേ വരുന്ന ഒരു ഫോണാണ്. എക്സലന്റ് ഡിസ്പ്ലേ എന്ന് എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് പറയാൻ സാധിക്കും. നമുക്കിതൊരു 18 രൂപയ്ക്കാണ് വരുന്നത്. അത് 3000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്, കൂപ്പൺസ് ഉൾപ്പെടെ വരുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കൂ. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 15 രൂപയ്ക്ക് വരും. അതാണ് ഞാൻ ഈ പ്രൈസ് റേഞ്ചിന് കൊണ്ടുവന്നതിന്റെ കാരണവും കൂടെ. ഇറ്റ്സ് എ ബെസ്റ്റ് ഡിവൈസ്. കാരണം സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് എന്ന് വേണ്ട എല്ലാം കൊണ്ടും. 5000 mAh ഒരു ബാറ്ററി വിത്ത് 33 വാൾട്ടിന്റെ ഒരു 45 വാൾട്ടിന്റെ ഒരു ചാർജർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബാറ്ററി വൈസ് ചെയ്താലും എക്സലന്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ബാറ്ററി ബാക്കപ്പ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. കുറെ ആർട്സ് വരുന്നുണ്ട്, അതെല്ലാം റിമൂവ് ചെയ്താൽ മതി റിയൽമി OSൽ. പിന്നെ OSന്റെ കാര്യത്തിൽ പ്രെറ്റി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നില്ല. പിന്നെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. അടിപൊളി ഒരു ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിൽ റിയലിനും 4K റെക്കോർഡിംഗ് ഇല്ല, ഫുൾ HD റെക്കോർഡിംഗ് മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ. പിന്നെ ക്യാമറ നോക്കുവാണെങ്കിൽ നമുക്ക് റിയൽ വരുന്ന 50 മെഗാ പിക്സലിന്റെ ക്യാമറ, ഒരു 8 മെഗാ പിക്സൽ അൾട്ര, പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ അത്യാവശ്യം ഗുഡ് തിങ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം റിയൽമി അത്രയും പണിയെടുത്തിട്ടുണ്ട്. ചില കളർ ഗ്രേഡിംഗ് ഉണ്ട് റിയൽമിയുടെ തന്നെ. പിന്നെ ഇത് തന്നെ P1 എന്ന് പറഞ്ഞ് പല പേരിൽ റിയൽമി ഇറക്കുന്നുണ്ട്, ഇവിടെ ഇറക്കുന്നുണ്ട്, നാർസോ ഇറക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ആണ്. ഞാൻ ഇതിനെ എടുത്ത് പറയുന്നേ ഉള്ളൂ, നാർസോ പറഞ്ഞതേ ഉള്ളൂ. അടിപൊളി ഫോണായിട്ട് എനിക്ക് തോന്നി. കാരണം 8GB 128 വരുന്നുണ്ട്.
സ്റ്റോറേജ് USB 3.1 ആണ് വരുന്നത്, UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്, DDR4 4x RAM വരുന്നുണ്ട്. എല്ലാം കൊണ്ട് നമുക്കൊരു പ്രെറ്റി ഗുഡ് ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു മൊബൈൽ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OLED സ്ക്രീൻ ഒരു 15 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് എ വർത്ത് ഫോൺ എന്ന് ഞാൻ പറയും. കാരണം ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. നല്ല ഡിസൈൻ എനിക്ക് ഓക്കെ എന്ന് തോന്നി. ഒരു മാറ്റ് ഡിസൈൻ മണ്ടയ്ക്കും ഒരു ഗ്ലോസി താഴെയും വരുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. നല്ലൊരു ഡിസൈൻ ആയിട്ട് തോന്നി. എനിക്ക് യൂണീക്ക് ഡിസൈൻ ഒന്നും പറയാൻ സാധിക്കില്ല, പ്രെറ്റി ഗുഡ് ഡിസൈൻ. ഡിസ്പ്ലേ ബേസ് ചെയ്ത് എക്സൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നോക്കുമ്പോൾ. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ IP റേറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറ കൊണ്ടായാലും പിന്നെ ഞാൻ സെക്കൻഡ് പൊസിഷൻ കൊടുത്തത് ഓൾ റൗണ്ടർ എന്ന് പറയാൻ സാധിക്കും. കാരണം എല്ലാം കൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടുന്നുണ്ട്. റിയൽമി നാർസോ 70 Pro. ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ കൊടുക്കുന്നത് കാരണം ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാം നമുക്ക് മോട്ടോ G85 എന്ന്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് ഞാൻ പറയും. പെർഫോമൻസ് ഇച്ചിരി താന്നാലും ബാക്കിയെല്ലാം കൊണ്ട് ഈസ് ബോഡി ഗുഡ് ഫോൺ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു ബെസ്റ്റ് ഫോൺ. 6.67 ഇഞ്ചിന്റെ ഒരു സൂപ്പർ AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച്. ഓർക്കണം, ഇതിന് 18 രൂപയാണ്, ഓഫർ എല്ലാം കഴിഞ്ഞ് നമുക്ക് 15 രൂപയ്ക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ച് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഒക്കെ യൂസ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 രൂപയ്ക്ക് കിട്ടും. 15 രൂപ എക്സലന്റ് ഡിവൈസ്. കാരണം എഡ്ജ് ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടും. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ, എഡ്ജ് ഒക്കെ വളരെ തിന്നായിട്ടുള്ള എഡ്ജ് വന്നേക്കുന്ന ഡിസ്പ്ലേ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ട്യൂൺ ചെയ്തേക്കുന്ന ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട് നമുക്ക്. പിന്നെ ബാറ്ററി വരുന്ന ഒരു 5000 mAh ബാറ്ററി, ഒരു 33 വാൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പിന്നെ പ്രോസസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണിന്റെ 6X Gen 3 ആണ് പ്രോസസർ. അത്യാവശ്യം ഒരു ബാലൻസ്ഡ് പെർഫോമൻസ്, നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് മോട്ടോയുടെ ഹലോ OS ആണ് വരുന്നത്. ഈ ഒരു OS അടിപൊളി ഒരു OS ആണ്, ആർട്സ് ഫ്രീ OS ആണ് വരുന്നത്. എല്ലാം കൊണ്ടും ഓവറോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നി. ഞാൻ ഫസ്റ്റ് കൊടുക്കാൻ കാരണം ക്യാമറയിലോട്ട് നമുക്ക് കിടക്കാം. ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ, ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സൽ സെൻസർ. അടിപൊളി ക്യാമറ, വീഡിയോഗ്രാഫി, ഒരു 4K റെക്കോർഡിംഗ് ഇല്ല, ഫുൾ HD മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ പ്രെറ്റി ഗുഡ് ഫോൺ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാം കൊണ്ടും ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയാം. ക്യാമറ ആവട്ടെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4K ഇല്ല എന്നൊരു കുഴപ്പം ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും ആ ഫോട്ടോഗ്രാഫി ആവട്ടെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് എന്ന് പറയാം. കാരണം ഞാൻ നാർസോ സെക്കൻഡ് കൊടുക്കാൻ കാരണം ക്യാമറ പോയി. ഇത് ക്യാമറയും കൊണ്ടും പെർഫോമൻസ് ഒരു ബാലൻസ്ഡ് ആണ്. അഡർ ഹയർ ഗെയിമിംഗ് ഒന്നും ഇതിൽ പറ്റത്തില്ല. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗെയിമിംഗ് ഒക്കെ പറ്റും, ലൈറ്റ് ഗെയിമിംഗ് ഒക്കെ പറ്റും. അടിപൊളി ഡിവൈസ്. കാരണം ആർട്സ് ഫ്രീ OS ആണ് വരുന്നത്. കാരണം റിയൽമിക്ക് ഇപ്പൊ നാർസോയ്ക്ക് റിയൽമിക്കൊക്കെ ആർട്സ് ഉണ്ട്, ഇതിന് ആർട്സ് ഇല്ല. സോ ആർട്സ് ഫ്രീ OS ആണ് വരുന്നത്. ഒരു കാര്യം കൊണ്ടും കോംപ്രമൈസ് ഇല്ല. അടിപൊളി അലൂമിനിയം ഫ്രെയിം ആണ് വരുന്നത് ഈ ഒരു സെഗ്മെന്റിൽ. ഇറ്റ്സ് എ പ്രെറ്റി ഗുഡ് ഫോൺ. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫോണായിട്ട് എനിക്ക് തോന്നി. കെയർ ചെയ്യണം, മസ്റ്റിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്യുക. കമന്റ്